ഹായ് ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യണം കേട്ടോ. ഇന്ന് ഒരു വലിയൊരു സാഹസികം നടത്തിയേക്കാണ് ഞാൻ. നമ്മളിവിടെ വീട് മാറിയതിന് ശേഷം ഞാൻ ഡ്യൂട്ടിക്ക് നമുക്ക് ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ജോലി സ്ഥലത്തേക്ക് കേട്ടോ. പക്ഷേ ഇതുവരെ എനിക്ക് നടന്നു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. വന്ന ഫസ്റ്റ് ദിവസം തന്നെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ലിജോ ചേട്ടൻ കാറുമായിട്ട് വന്ന് കൊണ്ടുപോയി. ഇനി രണ്ടാമത്തെ ഡ്യൂട്ടി വരുന്നത് സൺഡേ ആണ്. അപ്പം സൺഡേ എനിക്ക് എപ്പോഴും നമ്മളിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നമ്മളെ കൊണ്ടുപോകാൻ ചിലപ്പോൾ ഉണ്ടായിന്ന് വരില്ലല്ലോ. അപ്പോൾ നമ്മൾ തന്നെ എന്തായാലും പോയേ പറ്റും. അപ്പോൾ ഇതുവരെ ഞാൻ വന്നിട്ടില്ല തനിച്ച്. എനിക്കറിയൂല എങ്ങനെയാണ് എന്നൊന്നും. പക്ഷെ മാപ്പ് നമ്മുടെ ഇവിടുത്തെ പക്കയാണ്. മാപ്പ് നോക്കി വരാമെന്നുള്ളൊരു ധൈര്യത്തിൽ തന്നെയാണ്. പക്ഷേ ചെറിയൊരു പേടിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് അറിയാത്തത്. പുതിയ സ്ഥലമായതുകൊണ്ട് അതൊരു ടെൻഷനുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും, ഞാനും നെവും കൂടെ, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട് കേട്ടോ. ഷാനേൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെയാണ്. അപ്പോൾ അത് ലിവർപൂളാണ്. നമ്മൾ മുന്നേ താമസിക്കുന്ന സ്ഥലത്താണ് ബർത്ത്ഡേ പാർട്ടി. അപ്പോൾ നമ്മൾ രണ്ടുപേരും എന്ത് ചെയ്തു, ഷാനേട്ടനാണെങ്കിൽ ജോലിയുണ്ട്. അപ്പോൾ ഷാനേട്ടന് ഇനി വീട്ടിലേക്ക് വന്ന് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നെവും കൂടിയിട്ട് വൈകുന്നേരം അങ്ങോട്ട് വരാം. കാരണം എനിക്കൊന്ന് വഴിയൊന്ന് കണ്ട് മനസ്സിലാക്കിയ പോലെ ആയിരുന്നു എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്ന് ഫൈനലി നമ്മളിവിടെ എത്തി. ഞാൻ നടന്നു വരുന്നതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ആ വീഡിയോ. നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഷാനേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങാൻ ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന്. ഇനി എന്തായാലും ഷാനേട്ടനെ പോയി കണ്ട് ഞങ്ങൾ ഒന്നിച്ച് ബർത്ത്ഡേക്ക് പോവാം. മിത്തു എന്നാണ് അവളുടെ പേര്. മാർത്ത എന്നാണ് ശരിക്കും പേര്, പക്ഷെ മിത്തു എന്നാണ് നമ്മളെല്ലാവരും വിളിക്കുക. അവളുടെ നിക്ക് നെയിം മിത്തു എന്നാണ് കേട്ടോ. അപ്പോൾ മിത്തുവിൻ്റെ ബർത്ത്ഡേക്ക് പോവാണ് നമ്മൾ. ഇനി ബാക്കി വിശേഷം നമ്മൾ ബർത്ത്ഡേ വീട്ടിൽ ചെന്ന് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഫംഗ്ഷനിൽ എത്തി കേട്ടോ. വലിയ ഫംഗ്ഷൻ ആയിരുന്നില്ല, ചെറിയൊരു ഫംഗ്ഷനാണ്. പക്ഷേ നല്ല രീതിയിൽ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. മിത്ത് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞുടുപ്പും ബോയൊക്കെ വെച്ച് നല്ല ഒരു ഏഞ്ചലിനെ പോലെ ഉണ്ടല്ലേ. നെവു അവളെ കണ്ടതോടുകൂടി രണ്ടുപേരും ഭയങ്കര കൂട്ടായിരുന്നു. അവളുടെ ടോയ്സൊക്കെ വെച്ച് രണ്ടുപേരും ഭയങ്കര കളിയായിരുന്നു. നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു കേട്ടോ. കേക്കൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കട്ട് ചെയ്താൽ മാത്രം മതി. നല്ല സ്വീറ്റായിട്ടുള്ള നല്ലൊരു കേക്കായിരുന്നു കേട്ടോ. നമ്മുടെ ലിവർപൂളിലുള്ള ഒരു ചേച്ചിയാണ് ഇത് ഹോം മെയ്ഡ് ചെയ്തൊരു കേക്കാണ്. നല്ല അടിപൊളി കേക്ക്. അതുമാത്രമല്ല ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു ക്രിസ്റ്റയുടെ വക സ്പെഷ്യൽ. അതെല്ലാം വയറ് നിറയെ കഴിച്ച് ഹാപ്പിയായി കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അടിപൊളിയായിട്ട് ഞങ്ങൾ രാത്രി നേരെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു.